ഹലോ ഓൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ബാംഗ്ലൂർ സ്പെഷ്യൽ ബിരിയാണി ബൈ ഉമ്മ. അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണിയിലെ പുയ്യാപ്പിളിനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് കഴുകി മിക്സാക്കി കുക്കറിൽ കയറ്റി അടുപ്പത്ത് വെച്ച് പുയ്യാപ്പിളിനെ ഒന്നുകൂടി സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്പ് അടുപ്പത്ത് വെച്ചു. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ചോപ്ഡ് ഓണിയൻ ഇട്ടു ആൻഡ് എണ്ണ ഒഴിച്ച് ഓണിയൻ ഇട്ട് നല്ലോണം സൗട്ടാക്കി അതിൻ്റെ കൂടെ പിന്നെ ഗരം മസാലയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ പുതിന ഇട്ടതിന് ശേഷം പിന്നെ ഒന്ന് സൗട്ടാക്കി കൊടുത്ത് സോട്ടെ ആൻഡ് ദെൻ ചോപ്ഡ് ചില്ലി അങ്ങനെ പച്ചമുളകും കൂടെ ഇട്ടുകൊടുത്ത് പിന്നെ ഒരു ലെമൺ എടുത്തു സ്ക്വീസ് ചെയ്ത് ലെമൻ്റെ ലിക്വിഡ് എടുത്ത് സൈഡിൽ മാറ്റി വെക്കുക. ഇപ്പം തന്നെ ഇടാൻ പാടില്ല, പക്ഷെ അത് മാറ്റി വെക്കണം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് സൗട്ട് ചെയ്ത് കൊടുക്കാം, നല്ലോണം ഇളക്കി കൊടുക്കാം. പിന്നെ 3 ഗ്ലാസ് 1 കിലോക്കാണ് വെക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് ഞാൻ അരി എടുത്തിട്ടുണ്ട്. അരി നല്ലോണം കഴുകി അടുപ്പത്ത് വെക്കുക. ഇതാണ് കദീസ്ത. തെക്കേലെ പാത്തൂൻ്റെ മോളാണ് നല്ല കാണാൻ അഴകുള്ള കദിച്ച പെണ്ണ്. അതിൻ്റെ കൂടെ ഇത് ഓണിയൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം, നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം, സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഗരം മസാല പൊടിയും എല്ലാ പൊടികളും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ എല്ലാം പൊടികളൊക്കെ മിക്സാക്കി നല്ലോണം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം, നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ടൊമാറ്റോ ഇടുക, കട്ട് ചെയ്ത ടൊമാറ്റോ ഇട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. പിന്നെ നല്ലോണം ചോപ്പ് ചെയ്ത് വെച്ച് മല്ലിയിലും കുറച്ചധികം മല്ലിയില എടുക്കണം ഈ ബിരിയാണിക്ക്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൈരും കേടും മിക്സ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കസൂരി മേത്തി ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലേവർ കിട്ടില്ല ബിരിയാണിക്ക്. അതിനുശേഷം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ക്വീസ് ചെയ്ത് വെച്ച ലെമനും കൂടിയിട്ട് മിക്സ് ആക്കുന്നുണ്ട് ലിക്വിഡ്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മളെ മട്ടൻ പുയ്യാപ്പിള റെഡിയായിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ലാൻഡ് ചെയ്ത് അതിലേക്ക് മിക്സാക്കി നല്ലോണം ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അങ്ങനെ കൂട്ടത്തിൽ തന്നെ കദീസ്യം റെഡിയാവുന്നുണ്ട് ആൻഡ് പുയ്യാപ്പിളയും റെഡിയാവുന്നുണ്ട്. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി നമ്മൾ ഇതിന് രണ്ടിനും മിക്സ് ആക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഹാഫ് ബോയിൽഡ് റൈസും പിന്നെ ഗ്രേവിയും മിക്സാക്കി നല്ലോണം കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ കുറച്ച് നേരം ദമ്മിന് വെച്ചതിന് ശേഷം എൻ്റെ പൊന്നോ എന്തൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ബിരിയാണി. And thanks for watching my videos and see you all in the next video. But അതിനു മുമ്പ് ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കദീസ്തൻ്റെയും മട്ടൻ പുയ്യാപ്പിളിൻ്റെയും മക്കളാണിത് ഗൈസ്.